നമസ്കാരം, 4 ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാർ കരാറുകളിൽ 4% സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം വികസനത്തിനെതിരായ BJP പ്രചരണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കായി സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടുവന്ന ഈ നീക്കം ഭരണനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണെന്ന് അതിനെ മുസ്ലിം പ്രീണനം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് BJP. 1999 കർണാടക ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ്സ് നിയമത്തിന്റെ ഭേദഗതി നടപ്പിലാക്കിയതോടെ പട്ടികജാതി പട്ടികവർഗ കാറ്റഗറി 1, കാറ്റഗറി 2A, കാറ്റഗറി 3B വിഭാഗങ്ങളിലുള്ള കോൺട്രാക്ടർമാർക്ക് സർക്കാർ പദ്ധതികളിൽ 1 കോടി രൂപ വരെയുള്ള ലേലാവകാശം സംവരണമായി ലഭിക്കും. ഇതൊരു പ്രത്യേക മതത്തിനോ വിഭാഗത്തിനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് കാലങ്ങളായി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുള്ള സമൂഹങ്ങളെ സാമ്പത്തികമായി ഉന്നതിയിൽ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. BJP ഇത് സംവരണം എന്ന നിലയിലല്ലാതെ മുസ്ലിങ്ങൾക്കുള്ള പ്രത്യേക ആനുകൂല്യമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സംവരണത്തെക്കുറിച്ചുള്ള ശിവകുമാറിന്റെ വിശദീകരണത്തിൽ തന്നെ എല്ലാവിധ ന്യൂനപക്ഷങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് വ്യക്തമാകുന്നു. വികസനത്തിന് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിന്റെ നീക്കത്തിനെതിരെ BJP എതിർപ്പുമായി രംഗത്ത് വരുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. സംവരണം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ പട്ടികജാതിയും പട്ടികവർഗവും ഉണ്ടെന്നതിനാൽ ഇതൊരു മതവികാരത്തോടെ ഒറ്റ വിഭാഗത്തെ സഹായിക്കുവാനോ ഉദ്ദേശിച്ചുള്ള നീക്കമല്ല. 2025-26 ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ക്ഷേമത്തിന് 42,018 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. ഈ നയങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, സംസ്ഥാനത്തെ സമഗ്രമായ സാമൂഹിക മുന്നേറ്റത്തിനായാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ BJP ഈ നീക്കം വംശീയ വിഭജനത്തിന്റെയും ഭാവി രാഷ്ട്രീയ ഗെയിമുകളുടെയും ഭാഗമാക്കി മാറ്റുകയാണ്. കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മാത്രം ആനുകൂല്യം നൽകുന്നു എന്ന BJP ഇതിന്റെ പേരിൽ പ്രചരണം നടത്തിയിട്ടുമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നതിൽ മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ, സിഖ് എന്നിവരും ഉൾപ്പെടുന്നു. അതൊഴിവാക്കി വ്യാജ വാർത്തകളിലൂടെ ജനങ്ങളുടെ മേൽ വിഭജനം ഏർപ്പെടുത്താനുള്ള BJPയുടെ ശ്രമം ജനാധിപത്യത്തിനെതിരായുള്ള അപകടകരമായ ഒരു രാഷ്ട്രീയം തന്നെയാണ്. ന്യൂനപക്ഷ ക്ഷേമത്തിനായി സമാനമായ പദ്ധതികൾ നിരവധി സംസ്ഥാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കർണാടക സർക്കാരിന്റെ നീക്കം ഭരണനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണെന്നതിൽ സംശയമില്ല. ഇതോടെ BJPക്കാരുടെയൊക്കെ വാ അടക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ വികാരങ്ങൾ ഉപയോഗിച്ച് വംശീയതയെ ശക്തിപ്പെടുത്താനുള്ള BJP ശ്രമങ്ങൾ പൊതുസമൂഹം ഇതോടെ തിരിച്ചറിയുകയുമാണ്. സമൂഹത്തിലെ ഒരു ഭാഗത്ത് നീതി നൽകുന്നത് മറ്റൊരു വിഭാഗത്തിന് അനീതി ഉണ്ടാക്കുന്നില്ല, മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഈ സംവരണം അവരുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താനുള്ളതാണ്, അല്ലാതെ വർഗീയമായ താല്പര്യങ്ങൾക്കുള്ളതല്ല. കോൺഗ്രസിന്റെ ഈ നീക്കത്തെ BJP പ്രീണന രാഷ്ട്രീയം എന്ന് ആരോപിക്കുമ്പോൾ അവരുടെ ഭരണകാലത്ത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പദ്ധതികൾ എത്രത്തോളം ഇല്ലാതാക്കപ്പെട്ടു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ സമുദായങ്ങൾ സാമ്പത്തികമായി മുന്നേറണമെങ്കിൽ സർക്കാർ ഇടപെടലുകൾ അനിവാര്യമാണെന്ന സത്യമാണ് BJP ഇപ്പോൾ മറച്ചുവെക്കുന്നത്.